ഫോൺ എന്താടാ എത്ര നേരം ഞാൻ വിളിക്കണത്? അല്ലോ എടുക്കാൻ പറഞ്ഞ വീട്ടിൽ ചാർജ് ഇട്ടേക്കായിരുന്നു. എടാ നീ പണിക്ക് വരണ്ട. പഠിക്കാൻ സമയം 8 മണിയായില്ലേ? അതൊന്നും കുഴപ്പമില്ല, 9 മണിക്കുള്ളിൽ എത്തിയാൽ മതി. വേണ്ടൊക്കെ ഞാൻ ഇവിടെ പിന്നെ വരാം. ഞാൻ ഒന്നാമത് സുഖമില്ല, അതാണ് തെറ്റോ. അതെ ഒരാളെ കുറവുണ്ട്, ഒന്ന് വാട, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എടാ ഞാനിപ്പോ ഞാൻ വീട്ടിൽ പോയി റെഡിയായി വരുമ്പോഴത്തെ സമയം നീക്കറിയാല. നീ ഒന്നാമതൊരു സുഖമില്ല, നീ പോയി വേറെ നോക്ക്. തമാശല്ല സമയത്ത് ഞാൻ ആരെ തപ്പാന്? അതാ കാര്യം കിട്ടോടാ. നീ മറ്റേ വന്നാൽ മതി. മജീദ് കടവിന്റെ അപ്പുറത്ത്. നീ എനിക്കറിയില്ല സൈറ്റ് ഉണ്ടെന്ന്. ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം. വാ, എൻ്റെ കൂടെ വന്നാൽ മതി. ഞാൻ വീട്ടിൽ വെയിറ്റ് ചെയ്യാം. ഒന്ന് വാടാ. ഇപ്പൊ ഒന്ന് കാതിർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. വരാൻ പറ കാതിർക്കാൻ. ഇടച്ചല്ലടാ നീ, അവൻ പണിക്ക് വേണ്ടിട്ടല്ലേ വിളിക്കണത്. കാതിർക്കൊന്നും ഉണ്ടായിരുന്നു, എനിക്ക് പറ്റണ്ടത്. എടാ ഞാനില്ല, നീ പോയേ ചെല്ലു. രാജേഷിനെ അവരെല്ലാം വിളിക്കാം. അവൻ വേറെ പണിക്ക് പോണി ഞാൻ കണ്ടല്ലടാ. വാ, വേറെ കുറെ പേരുണ്ടല്ല. അല്ല നിന്റെ കുറെ ആൾക്കാരുണ്ടല്ലോ, നിന്റെ പണിക്ക് കുറെ ആൾക്കാർ. പോയേ എന്താണ് പ്രശ്നം അത് പറ. അസുഖം പറഞ്ഞിരുന്നു. വേറെ ഇതൊക്കെ പോകാനുണ്ട്, കുടുംബശ്രീയുടെ എല്ലാം കടക്കാനോ. പിന്നെ കുടുംബശ്രീയുടെ അടക്കം നീയല്ലേ, നീ ഒന്ന് വന്നേടാ. നീ ഒന്ന് പോയേ കേക്കൂ. ഇല്ലെങ്കിൽ ഞാൻ വലിയ തെറിഞ്ഞ പോയേ. ഏയ് നീ എന്നാ പോ. നീ പോയിട്ട് വേറെ ആരെങ്കിലും നോക്കും, അല്ലാതെ അവനെ നോക്കി കാത്തിരുന്ന ഒരു കാര്യമില്ല. ഇല്ല പിന്നെ പണിക്ക് വിളിക്കാൻ പറഞ്ഞാൽ എന്നെ വേണം പറയാൻ. എന്ത് കഷ്ടം. $3,000 2,000 മൊത്തം 15 16 പേരിക്കും. അതിന് ചിലവൊക്കെ കഴിച്ച് ചിലവൊരു 2,000 രൂപ പിന്നെ ഞാൻ അത് ശരി. പിന്നെ വെറുതെ അല്ലേ പണിക്ക് പോകാത്തത്? കുറച്ച് പൊന്ന് കാതിർക്ക. പണിക്ക് പോയി കഴിഞ്ഞാൽ ഡെയിലി എത്ര കിട്ടും? 900 അല്ലെങ്കിൽ 1000 കിട്ടും. എന്താണിക്കാനുണ്ട്? ഇതെങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അറിയാനാ നല്ലൊരു കാശ് കിട്ടുന്നത്. പിന്നെ ഈ പണി പറഞ്ഞിട്ട് മനുഷ്യനെടുക്കാൻ അതിൻ്റെ കയ്യിലെ കാര്യം. ബെസ്റ്റ് ആയിട്ടുണ്ട്. ഇടാ നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയാലും നിനക്ക് 1000 രൂപ കിട്ടൂലേ? അത് ഉറപ്പുള്ള കേസല്ലേ? ഇത് കയ്യിൽ നിന്ന് പോണ കാര്യം. ഇത് സ്വപ്നം കാണാമെന്ന് മാത്രമേ ഉള്ളൂ. എടോ എൻ്റെ കാശല്ലേ പോണത്. തനിക്കിപ്പോൾ എന്താണ് ഒരു ഉപദേശം വന്നേക്കുന്നത്? താൻ പോടൂ കാക്ക. വേണ്ട, ആർക്ക് നഷ്ടം? പിന്നെ വെറുതെ അല്ല നാട്ടിൽ ബംഗാളികൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് കിടന്ന് വിളിക്കണത്? രാവിലെ തൻ്റെ ഓഞ്ഞ മൂന്നാണ്ടാരാണ് എനിക്കൊന്ന് കിട്ടാഞ്ഞത്. കിടന്ന് വിളിക്കാൻ നിൽക്കണത്. അത് കൊള്ളാല. നിനക്ക് ഭാഗ്യമില്ലാത്തതിന് എൻ്റെ മോന്തക്കാണോ കുഴപ്പം? കാലിൽ മടക്കി ഒരു കീറുക എന്നാലുണ്ടല്ല. ലോട്ടറി എടുക്കാൻ വേണ്ടി മാത്രം അവൻ പണിക്ക് പോകും. പോട്ടെ, സാരമില്ല. ഇനിയെങ്കിലേ മര്യാദക്ക് പണിക്ക് പോകും. ലോട്ടറി എടുക്കണ്ടെന്നൊന്നും ഞാൻ പറയണില്ല. വല്ലപ്പോഴും 1-2 ഒക്കെ എടുക്കാം. എടാ ഈ കാണുന്ന നമ്പറൊക്കെ എനിക്കടിക്കും, ആ നമ്പർ അടിക്കും, ഈ നമ്പർ അടിക്കും. ആ വിചാരമൊക്കെ നീ വിട്ടുകളാം. നിന്റെ നല്ല സമയമാണ് ഈ പാഴായി പോണത്. ലോകം മുഴുവൻ കടാകുകയും ചെയ്യും. അവസാനം നിന്റെ സമനില തെറ്റി ഭ്രാന്താകുകയും ചെയ്യും. ഒരു കാര്യം നീ ആലോചിച്ചു, ലോട്ടറി വിൽക്കുന്നവനല്ലാതെ എടുക്കുന്നവരാരും ഇന്നുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ നിന്നോട് പറഞ്ഞെന്ന് മാത്രം. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ സ്വീകരിച്ചു.
ആ രഘു ഞാനെടാ എടാ നാളെ പണിയുണ്ടാ? ആടാ ഇല്ലടാ സത്യനോർ കയറ്റൂരാണ്. ഇല്ല കളിയാക്കിയല്ല, സത്യമായിട്ട് കളിയാക്കിയല്ല. എടാ എന്ത് പ്ലീസ് കയറ്റൂരാണ്, ഞാൻ വരെ പണിക്ക് വരാം. നീ പൈസ തരണ്ട, പൈസ ആഴ്ച മാത്രം തന്നാൽ മതി. ആ ആ ആടാ ഓക്കേടാ, എന്തായാലും വരാട്ടാ. ആ ശരി ശരി. ആ ഇരിക്കട്ടൊക്കെ നല്ലത്. അയാൾ പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടാ. എടുത്ത കുട്ടിയാണെങ്കിൽ എന്തോരം കാശാണ് അങ്ങനെ പോയി കുട്ടിയിരുന്നത്. എന്താ അടങ്ങാനായി വല്ലപ്പോഴൊക്കെ എടുക്കാം അല്ലേ? അത് കിട്ടിയ ബോണസായി കരുതാം. വെറുതെ പറഞ്ഞാൽ അയാൾ പറഞ്ഞാൽ ഓരോ ഭ്രാന്താവും അല്ലെങ്കിൽ